എല്ലാവരും ഇവിടെ വരൂ, ഈ വർക്ക് ഇന്ന് തന്നെ പൂർത്തിയാക്കണം. മീറ്റിംഗ് 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. റിപ്പോർട്ട് ഇന്ന് തന്നെ എനിക്ക് വേണം. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട്, ഇതുപോലെ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഹിന്ദി സ്റ്റാഫുകളോട് നാം നൽകുന്ന നിർദ്ദേശങ്ങൾ, ഇതൊക്കെ ഹിന്ദിയിൽ എങ്ങനെ പറയാമെന്ന് പഠിച്ചാലോ? നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നാം സാധാരണ ഉപയോഗിക്കുന്ന ചില സെന്റൻസുകൾ. ഉദാഹരണത്തിന് നമ്മളൊരു വർക്ക് സൈറ്റിലാണെങ്കിൽ അവിടുത്തെ ജോലിക്കാരോട് നമുക്ക് പറയാം, ഈ വർക്ക് ഇന്ന് തന്നെ പൂർത്തിയാക്കണം. അതെങ്ങനെ പറയും? യേ കാം ആജ് ഹി പൂരാ കർണ ഹേ. യേ കാം, ഈ വർക്ക്, ആജ് ഹി, ഇന്ന് തന്നെ പൂർത്തീകരിക്കണം. പൂരാ കർണ ഹേ, പൂർത്തീകരിക്കണം. ഈ വർക്ക് ഇന്ന് തന്നെ പൂർത്തീകരിക്കണം. യേ കാം ആജ് ഹി പൂരാ കർണ ഹേ. അതുപോലെ തന്നെ മറ്റൊരു സെന്റൻസ് ആണ്, എല്ലാവരും ഇവിടെ വരൂ. എല്ലാവരും ഇവിടെ വരൂ. സബ് ലോഗ് ഇധർ ആയിയേ. സബ് ലോഗ്, എല്ലാ ആളുകളും. സബ് ലോഗ് ഇധർ ആയിയേ. സബ് ലോഗ് ഇധർ ആയിയേ. എല്ലാവരും ഇവിടെ വരൂ. ജോലി പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യൂ. ജോലി പെട്ടെന്ന് തുടങ്ങൂ. ഇതെങ്ങനെ ഹിന്ദിയിൽ പറയാം? ജൽദി കാം ശുരു കീജിയേ. ജൽദി കാം ശുരു കീജിയേ. ജൽദി, പെട്ടെന്ന്. കാം, ജോലി. കാം ശുരു കീജിയേ. ശുരു കീജിയേ, ജോലി പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യൂ. ഇനി നമ്മൾ ഷോപ്പിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ കസ്റ്റമർ വരുന്ന സമയത്ത് നാം അവരോട് സാധാരണ ചോദിക്കുന്നതാണല്ലോ, ഹൗ കാൻ ഐ ഹെൽപ്പ് യു? ഈ ഒരു സെന്റൻസ് എങ്ങനെ ഹിന്ദിയിൽ പറയുക എന്നുള്ളത് നോക്കാം. മേ ആപ്കി കൈസെ മദദ് കർ സക്താ ഹൂം. മേ ആപ്കി, ഞാൻ താങ്കൾക്ക്, കൈസെ മദദ് കർ സക്താ ഹൂം, ഞാൻ എങ്ങനെയാണ് താങ്കളെ സഹായിക്കേണ്ടത്? മേ ആപ്കി കൈസെ മദദ് കർ സക്താ ഹൂം, ഹൗ കാൻ ഐ ഹെൽപ്പ് യു എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. ഏക് മിനിറ്റ് രുക്കിയേ. ഏക് മിനിറ്റ് രുക്കിയേ, ഒന്ന് നിൽക്കൂ, ഒരു മിനിറ്റ് നിൽക്കൂ. ഏക് മിനിറ്റ് രുക്കിയേ. മീറ്റിംഗ് 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. മീറ്റിംഗ് 10 മണിക്ക് തുടങ്ങും. ഇതെങ്ങനെ പറയാം? മീറ്റിംഗ് 10 ബജെ ശുരു ഹോഗി. മീറ്റിംഗ്, മീറ്റിംഗ് 10 ബജെ, 10 മണിക്ക്. മീറ്റിംഗ് 10 ബജെ ശുരു ഹോഗി. മീറ്റിംഗ് 10 ബജെ ശുരു ഹോഗി. അപ്പോൾ ഇതുപോലെ ഡെയിലി നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നാം ഉപയോഗിക്കേണ്ടി വരുന്ന സെൻറ്റൻസുകളൊക്കെ പഠിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഹിന്ദി സ്പോക്കൺ ലൈവ് ക്ലാസ് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ ഒരു താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താല്പര്യമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രാക്ടീസ് ചെയ്ത്, ഏത് ഭാഷയും നമ്മൾ പഠിക്കുന്നത് പ്രാക്ടീസിലൂടെയാണ്. അപ്പോൾ കൂടുതൽ പ്രാക്ടീസ്, സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. ലൈവ് ക്ലാസ് ആണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.